ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ മത്തിയാണ് കിട്ടിയത്. അപ്പോൾ മത്തി കുറച്ച് കറി വയ്ക്കാനും കുറച്ച് വറുക്കാനും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കറി വയ്ക്കാനായിട്ട് ഒരു ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് കടുക് ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ ഇഞ്ചി ചേർത്തു. ഇഞ്ചിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എടുത്തു, വെളുത്തുള്ളി ചേർത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചേർത്തു. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാടട്ടെ. അപ്പം വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നീട് ഞാൻ ചെറിയ ഉള്ളി ചേർത്തു. ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ മാറിയതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി തീയൊക്കെ കുറച്ച് വെച്ചു. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമുള്ള ചൂട് വെള്ളം ചേർത്തു. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ പുളി ചേർത്തു. കുടംപുളി അതിനകത്തേക്ക് ആവശ്യമുള്ള പുളിവെള്ളവും ഒരു കഷ്ണം പുളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമുക്കിഷ്ടമുള്ള പുളിക്ക് ആവശ്യമുള്ള പുളി ചേർത്തു. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം 1/2 സ്പൂണ് ഉലുവാപ്പൊടി ചേർത്തു. ഇനി അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പം മീൻകറി നല്ലതായിട്ട് അവിടെ വെന്ത് കിട്ടും. ഇനി അപ്പോഴത്തേക്ക് നമുക്ക് മീൻ വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് മീൻ വറുക്കുന്നത് പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഇന്ന് മീൻ വറുക്കുന്നത്. ഓരോ ദിവസം ഓരോ മീൻ കിട്ടുമ്പം ആ ഓരോ മീനിനനുസരിച്ചുള്ള മസാല തേച്ച് ഇവിടെ വറുക്കും. അപ്പം മത്തി ഇങ്ങനെ വറുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം മത്തി ആയതുകൊണ്ട് ഇങ്ങനെ വറുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം കുരുമുളകിൻ്റെ സീസൺ ആയതുകൊണ്ട് കുരുമുളക് ഉണ്ടായതുകൊണ്ടും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം അരച്ച് മീനിനകത്തൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മളൊരു ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പം മീനിട്ട് കൊടുത്തു. ഇനി മീൻ ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുക. നല്ലപോലെ വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ടാറ്റാ.